ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള മൺട്രോ ഐലൻഡിലേക്ക് ഒരു പെൺകുട്ടിയും ഒരു പയ്യനും വരുന്നതാണ്. ഇവർ നമ്മുടെ നായികയും നായകനുമാണ്. ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കാണിക്കുന്നത്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പ്രോജക്റ്റ് തേടി നടക്കുന്ന നമ്മുടെ നായകനായ ശിവ. ജോലിയൊന്നും ഇല്ലാത്ത കാരണം 2 വർഷമായിട്ട് അവൻ പ്രണയിച്ചിരുന്ന ശൈലജ എന്ന് പറയുന്ന പെൺകുട്ടി അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി പോകുന്നു. അവന്റെ വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടന്റെ വൈഫും ആണുള്ളത്. ഇവൻ ജോലിക്ക് പോകാത്ത കാരണം അച്ഛൻ എപ്പോഴും ബഹളമാണ്. അങ്ങനെ ഇരിക്കെ അവന്റെ ഒരു മെയിൽ വരുന്നു. അവൻ അപ്ലൈ ചെയ്തൊരു പോസ്റ്റിലേക്ക് ഇന്റീരിയർ ഡിസൈനിന്റെ ഇന്റേൺ ആയിട്ട് അവന് ജോലി കിട്ടി. പക്ഷെ 6000 രൂപ മാത്രമാണ് ശമ്പളം. ദിവസത്തിനുള്ളിൽ ചെന്നൈയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. വീട്ടുകാരുടെ പ്രഷർ എല്ലാം വെച്ചിട്ട് 6000 രൂപയെങ്കിൽ 6000 എന്ന് കരുതിയിട്ട് അവൻ ചെന്നൈക്ക് വണ്ടി കയറി. അതേസമയം 10 മാസമായിട്ട് ചെന്നൈയിൽ തന്നെ താമസിക്കുന്ന നമ്മുടെ നായികയായ മിത്രയെ കാണിക്കുന്നു. 10 മാസങ്ങൾക്ക് മുമ്പ് അവൾക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി അവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയതാണ്. പക്ഷെ ഇതുവരെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ടില്ല. അത് കാരണം അതിന് വെയിറ്റ് ചെയ്ത് അവൾ 10 മാസമായിട്ട് ചെന്നൈയിൽ തന്നെ നിൽക്കുകയാണ്. ഇതിലായിരുന്നു അവൾ താമസിച്ചുകൊണ്ടിരുന്നത്. ശിവയും ചെന്നൈയിൽ വന്ന് സെറ്റാകാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇന്ത്യൻ ആയിട്ട് കിട്ടുന്ന ശമ്പളമൊന്നും അവന് തികയാതെ വന്നു. അത് കാരണം അവൻ ഇടയ്ക്ക് ബൈക്ക് പുളിങ് ചെയ്യുമായിരുന്നു. അതായത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഏരിയയിലുള്ള ആരെങ്കിലും തന്റെ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് വഴി അവരെ പിക്ക് ചെയ്യും. യാത്ര ചെയ്യാനുള്ള എക്സ്പെൻസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്താൽ മതി. ബൈക്ക് ടാക്സി പോലെ മറ്റൊരു സർവീസ് ആയിരുന്നു അത്. 2 മാസമായിട്ട് അവൻ താമസിക്കുന്ന വീടിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല. ടിൻഡറിൽ അവൻ തനിക്ക് പറ്റിയ മാച്ച് ഏതെങ്കിലും ഉണ്ടോ എന്ന് ദിവസവും നോക്കും. ഒരു മാച്ച് പോലും കിട്ടാറില്ലായിരുന്നു. മിത്ര ഇങ്ങനെ തന്റെ ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ കൂടെ വേറെ എവിടെയെങ്കിലും ജോബ് കിട്ടുന്നൊന്നും കൂടി അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങും തന്നെ അവൾക്ക് ജോബ് കിട്ടിയില്ല. IT കമ്പനിയിൽ അവൾ പഠിച്ച ജോലി തന്നെ ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവളിങ്ങനെ വീട്ടിലേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുന്നത് കാരണം ഇവളുടെ അച്ഛൻ ഇവളെ നിർബന്ധിക്കാൻ തുടങ്ങി. നിനക്കിവിടെ ഒരുപാട് കല്യാണാലോചന വരുന്നുണ്ട്, മര്യാദയ്ക്ക് നീ ഇവിടെ വരുന്നതാ നല്ലത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ട് ഇനി ചെന്നൈയിലേക്ക് പോയാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. ശിവയുടെ കാര്യങ്ങളൊക്കെ അവൻ എപ്പോഴും അവന്റെ ചേട്ടനോടാണ് തുറന്ന് പറയുന്നത്. അവന്റെ ചേട്ടനും ചേട്ടത്തിക്കും കുഞ്ഞുങ്ങളില്ല. കുറെ കാലമായിട്ട് IVF ട്രീറ്റ്മെന്റും മറ്റുമായിട്ട് നടക്കുകയാണ്. ഓരോ തവണയും ഫെയിൽ ആവുകയും വീണ്ടും വീണ്ടും ഇവന്റെ അച്ഛനാകട്ടെ ഇവന്റെ ചേട്ടനെയും ചേട്ടത്തെയും കൊണ്ട് പുതിയ പുതിയ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യും. ഇത് പതിവായിരുന്നു. ഒരു ദിവസം മിത്ര തന്റെ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്താൻ നേരത്ത് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലായിട്ട് ശിവ നിൽപ്പുണ്ട്. മിത്രയെ കണ്ടതും, നിങ്ങൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു പെൺകുട്ടിയെ ഞാനിപ്പോ ഡ്രോപ്പ് ചെയ്തിരുന്നു. ആ പെൺകുട്ടി എനിക്ക് 60 രൂപ തരാനുണ്ട്, ഗൂഗിൾ പേ ചെയ്തെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ പേരും ഡീറ്റെയിൽസും അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 60 രൂപയൊന്ന് ഗൂഗിൾ പേ ചെയ്യാനും അവളോട് പറയണമെന്ന് അവൻ മിത്രയോട് പറയുന്നു. ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ നമ്പറും അവൻ അവൾക്ക് കൊടുക്കുന്നു. മിത്ര ഇത് പോയി തന്റെ റൂംമേറ്റ് ആയ പെൺകുട്ടിയോട് പറഞ്ഞെങ്കിലും ഞാൻ അയാൾക്ക് ഓൾറെഡി അയച്ചതാണ്, കിട്ടാത്തത് എന്റെ പ്രശ്നമല്ലാന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ട് അവൾ അവളുടെ കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചത് കാരണം പിറ്റേ ദിവസം രാവിലെ മിത്ര കരുതി എന്നാ പിന്നെ ഇനിയിപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. അവള് സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ടാക്സി ഒന്നും തന്നെ ഓൺലൈനിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് അവൾക്ക് തലേന്ന് ശിവ കൊടുത്ത നമ്പറിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവൻ ബൈക്ക് ടാക്സി കൊടുക്കുന്ന ആളായിരിക്കും കരുതിയിട്ട് അവൾ അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ബൈക്ക് ടാക്സി ഒന്നുമല്ല ഓടുന്നത്, ബൈക്ക് പോളിംഗ് ആണെന്ന്. ഏതെങ്കിലും ഏരിയയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ പിക്ക് ചെയ്യൂ, അല്ലാതെ ഞാൻ ടാക്സി ഓടുന്ന പോലൊന്നും ഓടാറില്ല. പക്ഷെ തലേന്ന് തന്റെ ഫ്രണ്ട് തരാനുള്ള കാശും ഇപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നതിന്റെ കാശും ഒക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ കാശിന് ആവശ്യമുള്ള ശിവയാകട്ടെ അവളെ പിക്ക് ചെയ്യാൻ ചെല്ലുന്നു. അവളുടെ കയ്യിൽ ലഗേജ് ഉൾപ്പെടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് അവന്റെ കൂടെ അവൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഇടയ്ക്ക് അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന്. ഇന്റീരിയർ ഡിസൈനറാണ്, സ്വന്തമായിട്ട് വർക്ക് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. അവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാന്ന് അവൾക്ക് മനസ്സിലായി. അവളും അപ്പോയിന്റ്മെന്റ് ലെറ്ററിന് വെയിറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവനും മനസ്സിലാക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻഡിലെത്തി അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി അവൻ തിരിച്ചു പോകുകയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അവനെ തിരിച്ചു വിളിക്കുന്നു. ബസ്സിലേക്ക് കയറുന്നതിന്റെ ഇടയ്ക്ക് അവൾക്ക് വീണ്ടും കുറ്റബോധം തോന്നി. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ ആരെങ്കിലും കൊണ്ട് അവളെ കെട്ടിക്കും. പിന്നെ അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അത് കാരണം വീട്ടിലേക്ക് പോകണ്ട, തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോകാമെന്ന് കരുതിയിട്ടാണ് അവൾ വീണ്ടും ശിവയെ കോൾ ചെയ്തത്. ശിവ വീണ്ടും അവളെ പിക്ക് ചെയ്ത് അവളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അവള് വെക്കേറ്റ് ചെയ്ത ആ ബെഡിലേക്ക് മറ്റൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല. ഇനിയിപ്പം ഇന്നൊരു ദിവസത്തേക്ക് വേറെ എവിടെയെങ്കിലും തങ്ങിയെങ്കിലേ പറ്റൂ. അതിനുശേഷം പുതിയ ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. അത് കാരണം അവൾ വീണ്ടും ശിവയെ തന്നെ കോൾ ചെയ്ത് തന്റെ ഫ്രണ്ട് പ്രീതിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. പ്രീതിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. അത് കാരണം അവൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നിയില്ല. അവൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഈ പ്രാവശ്യം ശിവ അവളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവള് വീണ്ടും വിളിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അത് കാരണം അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വീണ്ടും അവന്റെ കൂടെ ചേർന്ന് അവൾ ഹോസ്റ്റൽ അന്വേഷിക്കാൻ തുടങ്ങി. പലയിടങ്ങളിലും ചെന്ന് നോക്കിയെങ്കിലും ഒരുപാടിടങ്ങളിൽ 10,000-ന് മുകളിലാണ് റെന്റ് പറയുന്നത്. അവൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മാക്സിമം 10,000 ഒക്കെ അവളെ കൊണ്ട് പറ്റുമായിരുന്നുള്ളൂ. പല റൂംസും ഹോസ്റ്റലും നോക്കിയിട്ട് ശരിയാകാത്ത കാരണം ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അവൾ. ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ അവളെ കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നീ എന്താ നാട്ടിലേക്ക് വരുന്നു പറഞ്ഞിട്ട് വരാത്തെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവൾ കള്ളം പറയുന്നുണ്ട്. വേറൊരു കമ്പനിയിൽ നിന്ന് സഡൻ ആയിട്ട് തനിക്കൊരു ഇന്റർവ്യൂ കോള് വന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ
വരുമെന്ന്. ഇവള് കള്ളം പറയുകയാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. ഇതിനിടയ്ക്ക് എല്ലാം തന്നെ മിത്ര ശിവയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. എവിടെയാണെന്ന് മാത്രം കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഹോസ്റ്റൽ അന്വേഷിക്കുകയായിരുന്നു. അവസാനം രാത്രിയായി. ഒരു റൂം പോലും കിട്ടിയില്ല. 10,000 രൂപ കൊടുക്കാനും ഞാൻ തയ്യാറാ, എവിടെയെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അവള് പറഞ്ഞതും അവൻ പറയുന്നുണ്ട്, നീ എന്റെ റൂമിലേക്ക് പോരെയെന്ന്. എന്നാൽ അവൻ മോശമായിട്ട് എന്തെങ്കിലും കാര്യത്തിനാ തന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾ അവനോട് ചൂടാകുന്നു. ആ സമയം അവള് പറയുന്നുണ്ട്, നിന്നെ എവിടെ വെച്ചാ കണ്ടതെന്ന് എനിക്ക് ഓർമ്മ വന്നുവെന്ന്. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന തന്റെ ഫ്രണ്ടിനെ കാണാൻ മിത്ര ഒരു IVF ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ലേഡിയുടെ കൂടെ ഞാൻ നിന്നെ കണ്ടിരുന്നുവെന്ന് മിത്ര പറഞ്ഞതും അവൻ പറയുന്നുണ്ട്, നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട, അതെന്റെ ചേട്ടന്റെ വൈഫാണെന്ന്. അവരും IVF ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. പിന്നെ നിന്നെ ഞാൻ റൂമിലേക്ക് വിളിച്ചത് മറ്റുദ്ദേശത്തിലൊന്നുമല്ല. എന്റെ കയ്യിൽ കാശില്ല, വാടക കൊടുത്തിട്ട് 2 മാസമായി. നീ അവിടെ താമസിക്കാൻ വരികയാണെങ്കിൽ നീ ആ 10,000 എനിക്ക് തന്നാ മതി. അത് വെച്ചിട്ട് എനിക്ക് വാടകയെങ്കിലും കൊടുക്കാലോ. ഞാനല്ലേലും എപ്പോഴും ആ റൂമിലൊന്നും ഉണ്ടാകില്ല. രാത്രി ഉറങ്ങുന്നത് പോലും ടെറസിലാണ്. പല്ലതേപ്പും കുളിക്കും മാത്രമാണ് റൂമിനകത്ത് കയറുന്നതെന്ന് അവൻ പറയുന്നു. ആ ഒരു ദിവസം കൊണ്ട് ശിവ ആളത്ര കുഴപ്പമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മിത്ര അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ശിവ അവളെയും കൂട്ടി തന്റെ റൂമിലേക്ക് വരുന്നു. ഇന്റീരിയർ ഡിസൈനറായ അവനാകട്ടെ ആ റൂമൊക്കെ നന്നായിട്ട് തന്നെയായിരുന്നു വെച്ചിരുന്നത്. അവൾക്ക് റൂമെല്ലാം ഇഷ്ടപ്പെട്ടു. അവൾക്ക് കിടക്കാൻ തന്റെ ബെഡ്റൂം കൊടുത്തിട്ട് അവനാകട്ടെ പതിവ് പോലെ ടെറസിൽ പോയി കിടന്നുറങ്ങുന്നു. ആ സമയം സീൻ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. നായകനായകനുമായ മിത്രയും ശിവയും മൺട്രോയലിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, അവരവിടെ ഒരു സ്ഥലത്ത് റൂം എടുക്കുന്നു. റിസപ്ഷനിസ്റ്റ് ആകട്ടെ ഇവരെ മറ്റൊരു രീതിയിൽ നോക്കുന്നുണ്ട്. കണ്ടിട്ട് കല്യാണം കഴിച്ചതല്ലാന്ന് അയാൾ ഏകദേശം ഊഹിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വീട്ടുകാരും അറിയാതെയാണ് ഇവർ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതെന്ന്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. രാവിലെ ടെറസിൽ നിന്ന് ഉറക്കെഴുന്നേറ്റ് ശിവ താഴേക്ക് വന്നിട്ടും മിത്ര ഉറക്കെഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റ് വരുന്നത്. പതിവ് പോലെ ഇവർ രണ്ടുപേരും ഓരോ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകും. സ്വന്തമായിട്ട് പ്രോജക്ട് തേടിക്കൊണ്ടിരുന്ന ശിവയ്ക്കാകട്ടെ എവിടെ നിന്നും ഒരു നല്ല പ്രോജക്റ്റ് പോലും കിട്ടിയിട്ടില്ല. പക്ഷെ അവന്റെ ഐഡിയാസ് എല്ലാം ഒരുപാട് നല്ലതായിരുന്നു. അതെല്ലാം മിത്രയും കാണുന്നുണ്ട്. എല്ലാം വായിച്ച ശേഷം മിത്രയാകട്ടെ അവനോട് പറയുന്നുണ്ട്, നിനക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, പക്ഷെ നിന്റെ സ്പീക്കിംഗ് സ്കിൽസ് വളരെ മോശമാണ്. നിനക്ക് നന്നായിട്ട് ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്താൻ അറിയില്ല. അതുകൊണ്ട് ഇനി നീ ഏതെങ്കിലും പ്രോജക്റ്റ് തേടി പോകുമ്പോൾ ഞാനും നിന്റെ കൂടെ വരാം. നിന്റെ ഐഡിയാസ് ഒക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒരു പ്രോജക്റ്റ് നിനക്ക് വാങ്ങിത്തരാം. കൂടാതെ അവന്റെ ഫുൾ ഗെറ്റപ്പ് അവളൊന്ന് മാറ്റുന്നു. മുടിയൊക്കെ വെട്ടി നല്ല ലുക്കിലാണ് അടുത്ത പ്രോജക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നത്. അവനേക്കാൾ നന്നായിട്ടൊക്കെ അവളെ എക്സ്പ്ലെയിൻ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാകട്ടെ ഇവനോട് ചോദിക്കുന്നത്, മുൻപ് നീ ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലല്ലോ എന്നാണ്. ആരെങ്കിലും ഒരു പ്രോജക്റ്റ് കൊടുത്തെങ്കിലല്ലേ അവന് ചെയ്യാൻ പറ്റൂ. അത് കാരണം അവരെ റിജക്ട് ചെയ്യുന്നു. അവൻ അവളോട് പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ സംസാരിച്ചൊന്നും ആൾക്കാരെ വീഴ്ത്താൻ പറ്റില്ല. പ്രോജക്റ്റ് 1-2 കിട്ടിയെങ്കിലേ പതിയെ ആൾക്കാർക്ക് നമ്മുടെ മേലൊരു വിശ്വാസമൊക്കെ തോന്നും. അത് കേട്ടപ്പോ അവൾക്കൊരു ഐഡിയ തോന്നി. ഇവനൊരു കമ്പനി ഉണ്ടെന്നും ഇവന് കുറെ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു ഫേക്ക് വെബ്സൈറ്റ് ഒക്കെ തയ്യാറാക്കുന്നു. അവൻ ചെയ്ത വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഫേക്ക് ആയിട്ട് റിവ്യൂസ് ഇടാൻ പറയുന്നു. അവള് പറഞ്ഞ പോലൊക്കെ അവൻ ചെയ്യുന്നു. അവന്റെ ഫ്രണ്ട്സിനെല്ലാം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അവരൊക്കെ ഫേക്ക് ആയിട്ട് റിവ്യൂ ഇട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ അവനൊരു കോള് വരുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈനർ ശിവയല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അവനെ വിളിച്ചത്. തനിക്ക് ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എല്ലാത്തിനും മിത്രയോടാണ് താങ്ക്സ് പറയുന്നത്. അവളെയും കൂട്ടിയാണ് അവിടേക്ക് പോകുന്നത്. തുമ്പാതിക്ക് ഒരാളുടെ വീടായിരുന്നു അത്. ഇവർക്ക് മുന്നേ തന്നെ ഒരുപാട് ഇന്റീരിയർ ഡിസൈനേഴ്സ് അവിടെ വന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാതെ അവരൊക്കെ തിരിച്ചുപോയി. ഇവര് പോയി ഇവരുടെ ഓഫർ എല്ലാം അയാളോട് സംസാരിക്കുന്നു. നന്നായിട്ട് വർക്ക് ചെയ്ത് തീർക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. ഇവരോട് സംസാരിച്ചു കഴിഞ്ഞ് ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ട് തുമ്പാതികാകട്ടെ അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വാഷ് ബേസിന്റെ താഴെ ഒരു ചെറിയ കബോർഡ് വേണമെന്ന്. മുകളിൽ ഒരു ചെറിയ കബോർഡ് വേണം. അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അത് കേട്ടതും ശിവയുടെ മനസ്സിൽ ശരിക്കും ദേഷ്യം വരുന്നു. ഇത്രയും ചെറിയൊരു പണിക്കാണോ ഇയാൾ വിളിച്ചത്? അവൻ വിചാരിച്ചു ആ വീടിന്റെ ഫുൾ ഇന്റീരിയർ അവന് കിട്ടുമെന്ന്. എന്നാൽ ആദ്യം കിട്ടിയ പ്രോജക്റ്റ് അല്ലേ, അതുകൊണ്ട് അയാളോട് നോ പറയണ്ട, ഇത് നീ ചെയ്തു കൊടുക്കാൻ മിത്ര അവനോട് പറയുന്നു. അങ്ങനെ കബോർഡ് പണിയാൻ വേണ്ടിയിട്ട് അവൻ കാർപ്പൻറ്ററെ വിളിക്കുന്നു. അയാളും വന്നത് എന്തോ വലിയ പണിയാണെന്ന് കരുതിയിട്ടാണ്. ഈ നിസാര പണിക്കാണോ തന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അയാൾ ആ പണിയെടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവര് വീണ്ടും അടുത്ത പ്രോജക്റ്റ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവളാകട്ടെ അവനോട്, നിനക്ക് പ്രണയം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ശൈലജയായിട്ട് താൻ ബ്രേക്കപ്പ് ആയതിനെ പറ്റി അവൻ പറയുന്നുണ്ട്. താനും കുറെ കാലം മുമ്പ് ഒരാളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവനാകട്ടെ മസാജ് പാർലർ നടത്തുകയാണെന്ന് അറിഞ്ഞതോടുകൂടി അവനുമായിട്ടുള്ള ബന്ധമൊക്കെ താൻ ഉപേക്ഷിച്ചു എന്ന് അവൾ പറയുന്നു. അത് സാധാരണ മസാജ് പാർലറൊന്നും ആയിരുന്നില്ല, അവിടെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കേട്ടതും ശിവ ചിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരെ പറ്റി പരസ്പരം സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ആഹാരമൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവർ നടക്കുമ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ പരസ്പരം റൊമാൻറ്റിക് ആയിട്ട് അവർ നോക്കുകയും പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവളും അതിന് എതിരൊന്നും പ്രകടിപ്പിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം മനസ്സിൽ ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ശിവ മിത്രയെ കണ്ടുമുട്ടിയത്. ആ സമയം ശിവയേക്കാൾ കാശ് മിത്രയുടെ കയ്യിലുണ്ടായിരുന്നു. പതിയെ ശിവയെ അവന്റെ ലൈഫില് കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മിത്രയാണ് അവന്റെ ബാക്കിൽ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് അവളെന്നും തന്റെ കൂടെ വേണമെന്ന് അവനും കരുതി. അങ്ങനെ പരസ്പരം പ്രണയിച്ചും പുതിയ പ്രോജക്റ്റുകൾ തേടിയും അവരവരുടെ ദിവസങ്ങൾ തള്ളി നീക്കിയായിരുന്നു. ടെറസിലുള്ള അവന്റെ കിടത്തം മാറ്റി അവളുടെ കൂടെ അവനും റൂമിൽ കിടക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഇവന്റെ വെബ്സൈറ്റില് ഫ്രണ്ട്സിനെ കൊണ്ടിട്ടിരിക്കുന്ന റിവ്യൂ അല്ലാതെ ആ തുമ്പാതികം എന്ന് പറയുന്ന ആള്
റിയൽ ആയിട്ട് ഒരു റിവ്യൂ ഇടുന്നു. അവന്റെ വർക്കിൽ സാറ്റിസ്ഫൈ ആയെന്നും നല്ല വർക്കാണെന്നും പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷം തോന്നി. നീ ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് മിത്രയോട് ചോദിക്കുമായിരുന്നു. അതിപ്പോഴേ ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് തമാശയ്ക്ക് അവൾ അവനോട് പറയുകയും ചെയ്യും. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. മൺട്രോ ഐലൻഡിൽ താമസിച്ചുകൊണ്ടിരിക്കെ ഇവർ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ആ സമയം മിത്രയ്ക്ക് തന്റെ വീട്ടിൽ നിന്ന് നിരന്തരമായിട്ട് കോള് വരുന്നു. അവൾ ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശിവയാകിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ അന്വേഷിച്ച് നടക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ശിവയ്ക്ക് പുതിയൊരു പ്രോജക്റ്റ് കൂടി വന്നിരിക്കുന്നു. ഇതും എന്തെങ്കിലും ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവൻ ആ വീട്ടിലേക്ക് വന്നതും അവിടെയുള്ള കപ്പിൾസ് അവനോട് പറയുന്നുണ്ട് ഈ വീടിന്റെ ഫുൾ ഇന്റീരിയറും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അത് കേട്ടതും ശിവയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ കാർപ്പന്ററും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തും കുറച്ച് ഐഡിയാസ് ഉണ്ട്. ശിവയുടെ ഐഡിയാസ് കൂടി ചേർത്തിട്ട് വേണം ഇത് ചെയ്യാനെന്ന് അവർ പറഞ്ഞതും അവൻ പറയുന്നുണ്ട് എന്റെ അടുത്ത് നല്ല ഓഫേഴ്സ് ഉണ്ട്, ഞാൻ നല്ല രീതിയിൽ ചെയ്തു തരാമെന്ന്. ഒരുപാട് പേരെ കണ്ടെങ്കിലും നിങ്ങളെ ഫിക്സ് ആക്കിയത് എന്റെ ഫാദറില പറഞ്ഞതുകൊണ്ടാണെന്ന് അയാൾ പറഞ്ഞതും ശിവയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലായി. അതാ തുമ്പാധികം എന്ന് പറയുന്ന ആളായിരുന്നു. അയാളുടെ മകളും മരുമകനുമായിരുന്നു ഇത്. തന്റെ വീട്ടിലെ വാഷ് ബേസിന്റെ താഴെ ശിവ പണിത് കൊടുത്ത ആ ചെറിയ കബോർഡ് അത് അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഇന്റീരിയർ ഡിസൈനറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അവിടെ ആ ചെറിയൊരു കബോർഡ് പണിയിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ റിജക്ട് ചെയ്തിട്ട് പോയി. പലരെയും അയാൾക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ശിവ മാത്രമാണ് ആ ചെറിയ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തത്. അതുകൊണ്ടാണ് മകളുടെ വീടിന്റെ പണിക്കും ശിവ തന്നെ മതിയെന്ന് അയാൾ തീരുമാനിച്ചത്. അങ്ങനെ ശിവയുടെ ലൈഫിലെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ്. മിത്രയും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചാണ് ഒരുപാട് സാധനങ്ങൾ ഷോപ്പ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് അവന്റെ ലൈഫിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ പുതിയ പ്രോജക്റ്റുകൾ അവന് കിട്ടിത്തുടങ്ങി. റിയൽ ആയിട്ടൊരു ഓഫീസ് ഇട്ടു. അവന്റെ ആ ഓഫീസും കമ്പനിയെല്ലാം തന്നെ നല്ല രീതിയിൽ വളരാൻ ആരംഭിച്ചു. മിത്ര അപ്പോഴും താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു IT ജോലിക്ക് വേണ്ടിയിട്ട് പല ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും തന്നെ ശരിയായി വരുന്നില്ല. പലപ്പോഴും അവൾ കോൾ ചെയ്യുമ്പോൾ തിരക്കുകൾ കാരണം ശിവയ്ക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ടൊന്നും അവളെ പിക്ക് ചെയ്തിരുന്ന അവനാകട്ടെ ഇപ്പൊ അവളെ പിക്ക് ചെയ്യാൻ പോലും ചെല്ലാറില്ലായിരുന്നു. അതിനെല്ലാം അവന്റെ തിരക്കുകളായിരുന്നു കാരണം. എന്നാലും സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ അവളുടെയും പ്രീതിയുടെ ബോയ് ഫ്രണ്ടിന്റെയും കൂടെ അവൻ പുറത്തു പോവുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ശിവയുടെ തിരക്കുകൾ തങ്ങൾക്കിടയിൽ അകലം കൂട്ടുന്നുണ്ടോ എന്ന് മിത്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാൻ തുടങ്ങി. പഴയ വീട്ടിൽ നിന്നൊക്കെ മാറി അവർ പുതിയ വീട്ടിലേക്ക് താമസമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ അവനോട് പറയുന്നുണ്ട് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന്. നാളെ തനിക്ക് വർക്കുണ്ട്, സമയം കിട്ടുവാണെങ്കിൽ വരാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. അവൾ ആകെ സങ്കടത്തിലായിരുന്നു. പക്ഷെ പിറ്റേന്ന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മറക്കാതെ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ അവൻ അവളോട് പറയുന്നുണ്ട് നീ എന്തിനാ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്നത്? എന്റെ IT ജോബ് എന്നുള്ള ആ സ്വപ്നമൊക്കെ വിട്ടേക്ക്, നിനക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തൂടെ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തൂടെ എന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട് അത് നിന്റെ അംബീഷൻ ആയിരുന്നു, എന്റെ അംബീഷൻ മറ്റൊന്നാണ്. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിലേ പറ്റൂ. നിന്റേത് സക്സസ് ആയി, എന്റേത് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ എന്തിനാ അംബീഷനെ പറ്റിയൊക്കെ പറയുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്ത് കാശുണ്ട്, നമ്മുടെ കമ്പനി ഇത്രയും വലുതായി, നീ അതൊക്കെ വിട്ടേക്കാൻ അവൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യമൊന്നും അവൻ ഒന്നും അല്ലാതിരുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തത് അവളാണ്. പക്ഷെ അവൻ ഒരുപാട് ഉയരങ്ങളിലെത്തിയപ്പോൾ തന്റെ സ്വപ്നങ്ങളിൽ അവൻ ഒരു സപ്പോർട്ടും തരുന്നില്ല എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. അവൾ ഓരോന്ന് പറയുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തിൽ അവൻ പറയുന്നുണ്ട് ആദ്യം നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ ഒന്നുമല്ലായിരുന്നു, എന്നേക്കാൾ ബെറ്റർ ആയിരുന്നു നീ, പക്ഷെ ഇപ്പോൾ നിന്നേക്കാൾ ബെറ്റർ ആണ് ഞാൻ, അതുകൊണ്ടാണ് നിനക്ക് ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്കും ദേഷ്യം വന്നിട്ട് അവനോട് വഴക്കിട്ട് താൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി റൂമിലെത്തി കഴിയുമ്പോൾ മിത്രയ്ക്ക് തന്റെ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ഏതൊരു പയ്യന്റെ ആലോചന അവൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടുകാര് ഇവിടേക്ക് വരുന്നുണ്ടെന്നും നീ താമസിക്കുന്ന സ്ഥലത്ത് അഡ്രസ് അയച്ചു തരാനും പറയുന്നു. അവള് വീട്ടുകാരോട് കള്ളം പറഞ്ഞിരിക്കുന്നത് താൻ പ്രീതിയുടെ വീട്ടിലാണെന്നാണ്. ശിവയുടെ കൂടെ താമസിക്കുകയാണെന്ന് തന്നെ വീട്ടുകാർക്ക് അറിയില്ല. അതേസമയം ശിവയുടെ വീട്ടുകാര് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവന്റെ ചേട്ടത്തിക്ക് ചെന്നൈയിലുള്ള ഒരു IVF ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നാളെ അവര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. വീട്ടുകാരോടും മിത്രയെ പറ്റി അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരും ലിവിംഗ് ടുഗദർ ആയിട്ട് താമസിക്കുകയാണെന്ന് അവർ പെട്ടെന്നറിയുമ്പോൾ എന്തെങ്കിലും കരുതുമെന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. പക്ഷെ അപ്പോഴേക്കും മിത്രയാകട്ടെ തന്റെ പേരൻസ് വരുന്നത് കാരണം പ്രീതിയെ കണ്ട് അവളുടെ വീടിന്റെ താക്കോല് വാങ്ങിക്കുന്നു. പേരൻസ് വരുന്നിടം വരെ അവരെയും കൂട്ടി താൻ അവിടെ നിന്നോട്ടെന്ന് ചോദിക്കുന്നു. പ്രീതിയാകട്ടെ തന്റെ ബോയ് ഫ്രണ്ട് കൂടെ ഒരു ട്രിപ്പിന് പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് വീടിന്റെ താക്കോല് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മിത്ര തന്റെ സാധനങ്ങളും എടുത്ത് പ്രീതിയുടെ വീട്ടിലേക്ക് പോകുന്നു. ശിവയ്ക്കും മിത്രയ്ക്കും ഇടയിലുള്ള പിണക്കൊന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ശിവയുടെ വീട്ടുകാർ വന്നു കഴിയുമ്പോൾ അവന്റെ ചേട്ടത്തെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെക്കപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ആ സമയം മിത്രയുടെ വീട്ടുകാര് മിത്രയും കൊണ്ട് ആ പയ്യനെ കാണാൻ പോകുന്നു. ആ പയ്യന് മിത്ര ഇഷ്ടപ്പെട്ടു. തനിക്ക് ഈ വിവാഹത്തിന് ഓക്കെ ആണെന്ന് പറയുന്നു. അത് കേട്ടതും മിത്ര ആകെ ടെൻഷനിലായി. വീട്ടുകാര് തന്റെ വിവാഹം പെട്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ശിവയുടെ കാര്യമൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. അവൾ പെട്ടെന്ന് ശിവയെ കോള് ചെയ്യുന്നു. ശിവ ആ സമയം ഹോസ്പിറ്റലിൽ ബില്ലടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ ഡേറ്റിംഗ് ആപ്പില് അവനൊരു മാച്ച് ഉണ്ടെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അത് അവന്റെ കൂടെ പണ്ട് ബ്രേക്കപ്പ് ആയി പോയ ശൈലജയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് അവന് വീണ്ടും ഒരു മാച്ച് വന്നത്. അവനത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ അവരെ വിളിക്കുന്നത്. ആകെ ടെൻഷനോട് കൂടി ഫോൺ അവിടെ വെച്ചിട്ട് അവൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. ചേട്ടത്തിയുടെ ബ്ലഡ് പ്രഷറിലെ വേരിയേഷൻ കാരണം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവൻ ആപത്താണെന്ന് പറയുന്നു. ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവന്റെ ചേട്ടത്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതെല്ലാം അവന്റെ ചേട്ടന് മാത്രമേ അറിയൂ. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളിലും അവന്റെ ചേട്ടത്തിയും കൊണ്ട്
അവന്റെ അച്ഛനും അമ്മയും കയറി ഇറങ്ങി നടക്കുകയാണ്. തന്റെ വൈഫ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ തന്നെ അവന്റെ ചേട്ടന് വിഷമമുണ്ടായിരുന്നു. പ്രൊസീജിയർ ഇവിടെ നിർത്താൻ ഡോക്ടർ പറഞ്ഞതോടുകൂടി ശിവയുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് സങ്കടത്തിലായിരുന്നു. താൻ വിളിച്ചിട്ട് ശിവ ഫോൺ എടുക്കാത്തത് കാരണം മിത്രയാകെ ടെൻഷനിലായിരുന്നു. അന്ന് രാത്രി തന്നെ അവളുടെ വീട്ടുകാര് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ബസ് കയറാൻ സ്റ്റാൻഡിലേക്ക് പോയി. ശിവയോട് അവന്റെ ചേട്ടൻ വന്ന് പറയുന്നുണ്ട്, നിന്റെ ചേട്ടത്തെ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ആ റൂമിനകത്തിരിക്കുന്ന ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒരു കുട്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ട്രീറ്റ്മെന്റിലുള്ള വേദനയെല്ലാം അവൾ സഹിക്കുന്നത് കാണുമ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, കുട്ടികളൊന്നും വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് വരെ ഞാൻ പോയിട്ടുണ്ട്. ശിവ ഓരോന്ന് പറഞ്ഞ് തന്റെ ചേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയം അവന് ശൈലജയുടെ മെസ്സേജ് വരുന്നു. നമ്മൾ വീണ്ടും ഡേറ്റിംഗ് ആപ്പിൽ മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു തവണ നമുക്ക് ഒന്നുകൂടി നേരിട്ട് കണ്ടാലോ എന്ന് ചോദിച്ച് അവള് മെസ്സേജ് അയച്ചതും അവന് ദേഷ്യം വരുന്നു. പഴയ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് മിത്രയുടെ മിസ് കോള് കണ്ട സ്ഥിതിക്ക് അവളെ ഒന്ന് പോയി കാണാമെന്ന് കരുതിയിട്ട് പ്രീതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൾ ആകെ ദേഷ്യത്തിലായിരുന്നു, വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കാരണം. എന്നാൽ അവൻ അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീട്ടുകാർ തന്റെ കല്യാണം ഫിക്സ് ചെയ്ത കാര്യങ്ങളും അവള് തുറന്നു പറയുന്നു. എന്നാൽ ശിവയാകട്ടെ നേരത്തെ വഴക്കുണ്ടാക്കിയ സമയത്ത് ദേഷ്യത്തിൽ അവളോട് പറഞ്ഞതിനെല്ലാം തന്നെ സോറി പറയുന്നു. അവളില്ലാതെ അവനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയധികം അവളെ അവൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പിണക്കമെല്ലാം മറന്ന് വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് കോളിംബെൽ ആരോ അടിക്കുന്നു. അവൾ ഹോളിലൂടെ പോയി നോക്കിയതും അവളുടെ അച്ഛനും അമ്മയും തിരിച്ചു വന്നിരിക്കുന്നു. ശിവയോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവള് പോയി വാതിൽ തുറക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു അവരുടെ ബസ് ബുക്ക് ചെയ്തിരുന്നത്. ഇന്ന് രാത്രി 11 മണിക്കാണെന്ന് കരുതിയിട്ട് അവർ തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾ നാളെ പോകുന്നുള്ളതാണ് അവർ പറയുന്നത്. ശിവയകത്തുള്ളപ്പോൾ ഇവർ എന്ത് പറഞ്ഞ് ഒഴിവാക്കുന്നുള്ള ചിന്തയിലായിരുന്നു മിത്ര. പക്ഷെ അതിനോടകം തന്നെ മിത്രയുടെ അച്ഛൻ ശിവയുടെ ചെരുപ്പ് കാണുകയും ഇവിടെ മറ്റാരോ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വേറെ നിവൃത്തിയില്ലാതെ ഇവർക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരുന്നു. കുറെ കാലമായിട്ട് ഇവർ ലിവിംഗ് ടുഗദർ ആണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവളുടെ അച്ഛൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ശിവയുടെ ഫാമിലി അവിടേക്ക് വിളിക്കുന്നുണ്ട്. പ്രശ്നമെല്ലാം അറിഞ്ഞ് പ്രീതിയും പ്രീതിയുടെ ബോയ്ഫ്രണ്ടും തിരിച്ചെത്തുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാന്നുള്ള ചിന്തയിലായിരുന്നു ശിവയുടെ ഫാമിലി. ശിവയുടെ ഫാമിലിക്ക് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ മിത്രയുടെ അച്ഛനാകട്ടെ ഇവർ രണ്ടുപേരും രണ്ട് കാസ്റ്റ് ആണെന്നും ഇതൊന്നും നടക്കില്ലാന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നു. തന്റെ അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയം വേണമെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. അത് കാരണം അയാൾ നിർബന്ധിച്ച കാരണം തൽക്കാലം അവൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് ശിവയോടും അവന്റെ ഫാമിലിയോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറായ നിമിഷം തന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ തോന്നിയതാണ്. പക്ഷെ എന്റെ അച്ഛനെ എതിർത്ത് അങ്ങനെ ഇറങ്ങി വരുന്നത് ശരിയല്ലോ. അച്ഛനത് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് താൻ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവൾ നാട്ടിലേക്ക് പോകുന്നത്. മിത്രയെ ശിവയുടെ വീട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമായി. അവളിന് കോൾ ചെയ്യുന്നതും കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. എന്നാൽ നാട്ടിലേക്ക് പോയ മിത്ര കോള് ചെയ്തേയില്ല. അവളെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പലതവണ ശിവ അവളെ അന്വേഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ അഡ്രസ് അറിയില്ല. ഒടുവിൽ അവൻ പോയി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പയ്യനെ കാണുന്നു. ആ പയ്യനോട് ഇതിനോടകം മിത്ര തന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവയെ കണ്ടപ്പോഴേ ആ പയ്യന് മനസ്സിലായി. ആ പയ്യന്റെ ഹെൽപ്പോട് കൂടി ശിവ മിത്രയുടെ അഡ്രസ് കണ്ടുപിടിക്കുന്നു. അവൻ അവളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ ചെല്ലുമ്പോഴാണ് പ്രീതിയുടെ കോള് അവന് വരുന്നത്. മിത്ര ഹോസ്പിറ്റലിലാണ്. ടെൻഷനോടുകൂടി ശിവ അവിടെ എത്തുമ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്. നാട്ടിലേക്ക് പോയ മിത്ര ഒരുപാട് സങ്കടത്തിലായിരുന്നു. തന്റെ അച്ഛനുമായിട്ട് അവൾ ദിവസവും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ശിവയെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ അവളുടെ അച്ഛൻ എറിഞ്ഞു പൊട്ടിച്ചു. അതുകൊണ്ടാണ് ഒരു മെസ്സേജ് പോലും അവൾക്ക് അയക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരുപാട് സ്ട്രെസ്സും വിഷമവും എല്ലാം കാരണം അവൾ ബോധം കെട്ട് വീഴുന്നു. അവിടുത്തെ ചെറിയ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇവിടെ പറ്റില്ല, വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ ചെന്നൈയിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ അവൾ ചെന്നൈയിലെ ഹോസ്പിറ്റലുണ്ട്. ഇവ അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് മിത്രയുടെ പേരൻസിനോട് അവളുടെ കണ്ടീഷനെ പറ്റി പറയുകയായിരുന്നു. അവളുടെ ബ്രെയിനിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്രെയിനിലുള്ള നെർവസ് സെൽസ് എല്ലാം തന്നെ കുറേശ്ശെയായി ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ അതിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നതിനനുസരിച്ച് അവളുടെ ബോഡിയുടെ പല പാർട്സിനും പ്രശ്നങ്ങളുണ്ടാകും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനേ പറ്റൂ. പതിയെ ഓക്സിജൻ എടുക്കാനുള്ള അവളുടെ ശക്തി തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കേട്ട് ആകെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു അവളുടെ പേരൻസും ശിവയും. ഹോസ്പിറ്റൽ കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അവളെ കണ്ടതും ശിവ ആകെ തകർന്നുപോയി. തന്റെ ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് അവൻ എന്നും അവളോടൊപ്പം ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പതിയെ അവളുടെ പേരൻസിനും മനസ്സിലായി തുടങ്ങിയിരുന്നു അവൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത്, ജോലിക്കൊക്കെ പോയിക്കൂടെയെന്ന്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സ്റ്റാഫ്സ് മാനേജ് ചെയ്തോളൂ എന്ന് അവൻ പറയുന്നു. തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞിട്ട് അവനെ അവൾ അടുത്തേക്ക് വിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവർ എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാമെന്ന് പറയുമായിരുന്നു. ആ ട്രിപ്പ് നമുക്ക് ഇപ്പൊ പോയാലോ എന്ന് മിത്ര ചോദിച്ചതും മറ്റൊന്നും ചിന്തിക്കാതെ അവളെയും കൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. വീട്ടുകാരോട് ആരോടും പറയാതെയാണ് പോയത്. കാരണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല എന്ന് അവനറിയാം. പക്ഷെ അവരെ കാണാതായതോടുകൂടി മിത്രയുടെ പേരൻസ് ആകെ ദേഷ്യത്തിലായി. ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കുട്ടിയും കൊണ്ട് നിങ്ങളുടെ മകൻ എവിടേക്കാ പോയതെന്ന് ചോദിച്ചിട്ട് മിത്രയുടെ അച്ഛനാകട്ടെ ശിവയുടെ അച്ഛനുമായിട്ട് വഴക്കിടുകയായിരുന്നു. എന്നാൽ മിത്രയുടെ സഹോദരിയും ശിവയുടെ ചേട്ടത്തെയും ഇത്രയും ശിവയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. മിത്രയുടെ പെയിനും പ്രശ്നങ്ങളും അവൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ വിവാഹം ആരുടെയെങ്കിലും കൂടെ നടത്തണം. പിന്നീട് അവൾക്ക് കുട്ടികളാകണം. ഇനി കുട്ടികളായില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ മാറി കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കുട്ടികളാക്കാൻ നോക്കണം. അവളുടെ പ്രശ്നങ്ങളോ അവൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കണ്ട. അവൾ പോയിരിക്കുന്നത് ശിവയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ അവൾ സേഫ് ആയിരിക്കുമെന്ന് ശിവയുടെ ഫാമിലിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നുമാണ് ശിവയും ഇത്രയും മൺട്രോ ഐലൻഡിലേക്ക് വരുന്നതും അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുന്നതും. അവൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരുന്നു അവിടെ അവൻ ഓക്സിജൻ സിലിണ്ടർ അന്വേഷിച്ചതും. അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും ശിവ അവളെ കൊണ്ടുപോയി കാണിക്കുന്നു. അവൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ കൂടെ പോയി അവൾ ചെയ്യുന്നുണ്ട്.
6 മാസമായിട്ട് അവൾ ട്രീറ്റ്മെന്റ് എടുത്തു. ആ 6 മാസത്തിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അവളുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരത്തിലൊക്കെ തന്നെ റാഷസ് വരാൻ തുടങ്ങി. ഇതെല്ലാം ശിവയെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. ബ്രെയിനിലുള്ള ഇഷ്യൂസ് കാരണം പലപ്പോഴും അവൾ പല കാര്യങ്ങളും മറക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവനെയും താൻ മറന്നു പോകുമോ എന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ അന്ന് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവരെ തേടി അവരുടെ വീട്ടുകാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവൾ ഓക്കെ ആയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര റൂമിലേക്ക് പോയി. അവളെ കാണാഞ്ഞിട്ട് ശിവ അവിടേക്ക് ചെല്ലുമ്പോൾ അവൾ ബെഡിലിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൾ ബെഡിൽ യൂറിനേറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്ന്. തന്റെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മിത്രയ്ക്ക് അറിയില്ലായിരുന്നു. എല്ലാത്തിലുള്ള കൺട്രോൾ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ തന്നെ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ക്ലീൻ ആക്കുകയും അവളുടെ ഡ്രസ്സെല്ലാം കഴുകിയിടാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം അവളുടെ അച്ഛൻ കണ്ടതും അവൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നു മനസ്സിലാക്കി അവനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അവസ്ഥ മോശമായി. അവൾക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറിക്ക് ശേഷം അവൾക്ക് ആരും ഓർമ്മയുണ്ടായിരുന്നില്ല. എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്തി. ഇതൊക്കെ ശിവയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ഒരു ദിവസം അവൾ മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ശിവയുടെ ചേട്ടത്തി പിന്നീട് ട്രീറ്റ്മെന്റ് ഒന്നും പോയില്ല. ശിവയുടെ വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി അവർ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. ശിവയോട് താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മിത്ര ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. താനില്ലാത്ത ലൈഫിൽ ശിവ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല എന്നും ജീവിതത്തിൽ ഓരോരോ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്നും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം ഒരുമിച്ച് താമസിച്ചിരുന്ന വീടിന്റെ ടെറസിലിരുന്നായിരുന്നു അവൻ ഇതെല്ലാം വായിക്കുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.